അപ്പോൾ ഹലോ ഗേസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നിങ്ങൾ പോയില്ല കേട്ടോ വൈപ്പില്ല. കാരണം ഇന്നലെ മീനൊന്നും ഉണ്ടായില്ല. ബോട്ടുകാരൊക്കെ നല്ല സങ്കടത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് പോയില്ല. പപ്പടം പാക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. വൈപ്പിനിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. എന്നാലും നീറ്റായിട്ടാണ് ഞങ്ങൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ. അതുകൂടാണ്ട് എൻ്റെ ഒരു കൂട്ടുകാരനും കൂട്ടുകാരിയും കൂടെ ചേർന്നിട്ട് വൈപ്പിനിൽ നിന്ന് ഒരു 4-5 പേരെ ഗുരുവായൂരിൽ നിന്ന് 4-5 പേരെ ചേർത്താണ് ഈ പപ്പടം ചെയ്യുന്നത്. അതായത് പപ്പടം കിട്ടാനും ഇല്ല. ഫ്രഷ് സാധനം കൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. പക്ഷേ അത് ക്വസ്റ്റ്യൻ ചെയ്യാണ്. പിന്നെ ഇതിന് ലേബലൊക്കെ അടിക്കണമെങ്കിൽ അതിന് അതിൻ്റേതായ പൈസയും കാര്യങ്ങളൊക്കെ വേണം. ചെയ്യണ്ടേ കേട്ടോ, അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നലെ ഞങ്ങൾ വന്നപ്പം ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേരായിട്ടോ. അവരുടെ കയ്യിൽ പൈസ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മോനെ, പപ്പടം എടുത്തോ, അവർക്ക് പപ്പടം വേണം. ചേച്ചി വേണ്ടാന്ന്, 10 രൂപയുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു ശരി എടുത്തോ, 10-20 തന്നാലും മതി, എടുത്തോ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ തന്നാൽ മതിയെന്ന്. ഇതൊന്ന് ചേച്ചി ഇങ്ങനെ പറയുന്നതാണ്. കാരണം എനിക്ക് പപ്പടം വാങ്ങാതെ കുറേ പേര് പപ്പടത്തിൻ്റെ പൈസ തരുന്നുണ്ട്. ഇത് വെച്ച് ഞങ്ങൾ ഹോസ്റ്റലാന്ന് പറഞ്ഞ് തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളവർക്ക് പപ്പടം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർ എനിക്ക് 50 രൂപയുടെ ഒരു പപ്പടം എടുത്ത് 50 രൂപ അധികം 100 രൂപ ഗൂഗിൾ പേ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ താങ്ക്സ് മോനെ, എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. എന്തായാലും ഞങ്ങൾ നാളെ വരും. വൈപ്പിൽ മീനൊന്നും കിട്ടണില്ലാന്ന്, അത് കാരണം ഇന്ന് ഞങ്ങൾ വന്നില്ല. എല്ലാ ശോകം, പുതിയ തലമുറയുടെ ശോകം വരുന്നുണ്ട്. അപ്പം പിന്നീട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞുണ്ടല്ലോ, എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിപ്പോയി. ഡിസ്പ്ലേ പോയിട്ട് 1 മാസമായി. അപ്പോൾ അതൊന്നും നന്നാക്കിയില്ലായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ഫോൺ കിട്ടിയത്. ഫോൺ കിട്ടിയിട്ട് 2800 രൂപയാണ് നന്നാക്കിയത്. പക്ഷെ അതൊന്നും ശരിയായില്ല. അത് ഒക്കെ കംപ്ലൈൻ്റാണ് ഫോണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.